ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 17/3/2025 തിങ്കളാഴ്ച 22,515 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,662 എന്ന ലെവലിലാണ്. അതായത് പ്ലസ് 147 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഇന്ന് ആകെ നൽകിയ മൂവ്മെന്റ് ഹൈ ലോ എന്നിവ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 257 പോയിന്റിലധികം മൂവ്മെന്റ് അപ്പോഴും തന്നു. ഇത്രയും ഗ്യാപ്പ് അപ്പ് തന്നു. പിന്നീട് നൽകിയ ലോയിൽ നിന്നും ഇത്രയും ഉയരം 257-58 പോയിന്റോളം അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ലഭിക്കണമെന്ന് നാം കരുതിയിരുന്ന അഥവാ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്ന് കരുതിയിരുന്ന 22,633 എന്ന ലെവലിന് മുകളിലാണ് പ്രൈസ് ഇന്ന് ഓപ്പൺ ആയത്. അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് നോക്കിയാൽ ഇത് കൃത്യമായും ഹൈ ലോ എന്നിവ പരിശോധിക്കുമ്പോൾ ഒരു 70-ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് കരുതി പെട്ടെന്ന് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും കൃത്യമായും ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു സപ്പോർട്ടായി മാറുന്നതായിരുന്നെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആകാം അല്ലേ? അങ്ങനെയെങ്കിൽ ആ ലെവലിലോട്ട് വന്നതിന് ശേഷം വീണ്ടും പ്രൈസ് അപ്പർ സൈഡിലേക്ക് തിരിഞ്ഞു, ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനു മുകളിലും നമ്മൾ ഒരു റെസിസ്റ്റൻസ് വരച്ചിരുന്നു. ആ ലെവലിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു മൂവിങ് ലഭിച്ചപ്പോൾ ഇവിടെ നിന്നും ഇത്രയും ഗ്യാപ്പ് അപ്പ് തന്നു. ഈ ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആയപ്പോൾ വീണ്ടും ചെറിയ ഒരു ഡിക്ലൈൻ കിട്ടിയിടത്തു നിന്ന് എൻട്രി ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ലെവലിന് എൻട്രി എടുക്കുന്നതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട്, പ്രധാന സപ്പോർട്ട് അതല്ലെങ്കിൽ ഈ ലെവൽ സപ്പോർട്ടായി നൽകാം, സ്റ്റോപ്പ് ലോസ് ആയി നൽകാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ നല്ല ഒരു മൂവ്മെൻറ്റ് പിന്നീട് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ചാൻസും ലഭിച്ചിരുന്നു. ഇത് ട്രേഡ് ചെയ്തവരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കിട്ടുന്ന ഡിക്ലൈനുകൾ, ഇത്രയും ബുള്ളിഷ് ആയ ഒരു മൂവ്മെന്റ് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഒരു ഡിക്ലൈനുകൾ മറ്റ് സപ്പോർട്ടിൽ നിന്നും വീണ്ടും റിവേഴ്സ് ആയി അപ്പോഴും പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാവുന്നവർക്ക് കൃത്യമായും ആ ലെവലുകളിൽ നിന്നും അത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈ ലെവൽ വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ അതിന് താഴെ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കണ്ടെത്തി അതിനെ സ്റ്റോപ്പ് ലോസ് ആയി ഉപയോഗിക്കാമെന്ന് കരുതി ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻ്റാണ്, ഒരു ടാർഗറ്റാണ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം. എന്നാൽ ആ ഉയരം വീണ്ടും കവർ ചെയ്തു. ഇവിടെ വീണ്ടും കൺഫ്യൂഷൻ തന്നതിന് ശേഷം അവസാന മാർക്കറ്റ് പിന്നീടും അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. ഇതും കൃത്യമായും ട്രേഡബിൾ ആയിരുന്നു. ഈ ലെവലുകൾ കൃത്യമായി സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്യുന്നതും റീ എൻട്രിയും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത്തരത്തിലൊരു കൺവിക്ഷൻ കിട്ടി ട്രേഡ് ചെയ്യാൻ കഴിയുക. അങ്ങനെ ഇന്നത്തെ അവസാന നിമിഷം വരെയും എന്ന് പറഞ്ഞ പോലെ പ്രൈസ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ അറിയുമെങ്കിൽ, കൃത്യമായും പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാൻ അറിയുമെങ്കിൽ അത്തരത്തിൽപ്പെട്ടവർക്കെല്ലാം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ ട്രേഡിംഗ് ലെവലുകളെ, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 22,838 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും ഉയരത്തിൽ വന്ന് ക്ലോസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ലെവൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു സപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 810 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലോട്ടായി 22,885, 925, 954, 974, 22,994 എന്ന് പറയുമ്പോൾ 23,000 തന്നെ അല്ലേ? ആ ലെവൽ വരെയുള്ള ടാർഗറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം റെസിസ്റ്റൻസ് ലെവലുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, പലരും ഇങ്ങനെ പറയുമ്പോൾ ഇന്നലത്തെ ഡേയ്സ് ലോ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നാളെ മൂവ് ചെയ്ത് നമുക്കൊരു അപ്പർ സൈഡിലേക്ക് ഒരു മൂവിങ് കിട്ടുമെന്ന് തോന്നുമ്പോൾ അതുവരെ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴും മൂവ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ കിട്ടുന്നവരെ പ്രൈസ് ഏത് ലെവൽ വരെയാണോ അന്നത്തെ ലോ, ഡേയ്സ് ലോ കാണിച്ചിരിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ എന്ന് പറയുന്നത് അതാണ്. അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട്
ഈ സപ്പോർട്ടിലും താഴോട്ട് പിന്നെയും പോയാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിൽ ഇവിടെ നിന്നും ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, നല്ല ലോസ് വരും. അപ്പോൾ തന്നെ നല്ല ലോസ് ഉണ്ടാവും. അത് ബുക്ക് ചെയ്ത് മാറി പുതിയ ട്രേഡ് എടുക്കുക എന്നത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം. അങ്ങനെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 22,885 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലോട്ട് ഉള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെ ഒരു മൂവിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ പ്രൈസ് നൽകിയേക്കാവുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവ പ്രധാന സ്റ്റോപ്പ് ലോസുകളായി കരുതിക്കൊണ്ട് അപ്പർ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് താഴെ 22,765 ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ബോധ്യമായാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അതിന് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 49,311 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 49,247 എന്ന മൈനർ സപ്പോർട്ടും 49,510 എന്ന മൈനർ റെസിസ്റ്റൻസ് മേജറായിട്ട് 49,588 630 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 49,510 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ഡേയ്സിലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് അപ്പർ സൈഡിലേക്ക് വീണ്ടും പ്രൈസ് മൂവ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് താഴെ 49,168 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ മാത്രം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുക. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്നാണ് കരുതുന്നത്. ഈ ലെവലുകളെല്ലാം ഇത്തരത്തിലൊരു ഡൗണിങ് വന്നാൽ പോലും ഇന്നൊക്കെ ഇത്രയും ബുള്ളിഷായി നിന്നുകൊണ്ട് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ നന്നായി സ്ട്രോങ് ആയി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം. അഥവാ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ലോക്ക് ചെയ്യാനോ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇത്തരത്തിൽ ഡിക്ലൈൻ വരികയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതിനകത്ത് 48,834 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലൊക്കെ വീണ്ടും നല്ല സപ്പോർട്ട് തന്നെയായി മാറാനുള്ള സാധ്യതയുണ്ട്. 75,316 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെ 75,222 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. മേജർ റെസിസ്റ്റൻസുകളായി 75,654 75,541 എന്നിങ്ങനെയുള്ള ലെവലുകൾ ഇവിടെ കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 75,540 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തേക്കാം.
അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന തുടർന്ന് വരാവുന്ന മുകളിലോട്ട് വരാവുന്ന റെസിസ്റ്റൻസുകളാണ് ഇവിടെ കാണുന്നവ. അവ ടാർഗറ്റുകളായി പ്രവർത്തിച്ചേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 75,093 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ബേസ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ 74,919 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല എന്ന്. ഇത് ആർക്കെങ്കിലും ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കോളൂ, പുട്ട് ഓപ്ഷൻ വാങ്ങിക്കോളൂ എന്ന് പറയുന്ന സജഷനുമല്ല. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. നിങ്ങൾക്കും പഠനാർത്ഥം ഇത് ഉപയോഗിക്കാം. ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.